അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ കാഫിറൂൻ ആണ് നാം പഠിച്ചു തുടങ്ങിയത്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ കാഫിറൂനിൻ്റെ അവതരണ പശ്ചാത്തലം മനസ്സിലാക്കേണ്ടത്. ഇന്ന് നാം സൂറയിലേക്ക് പ്രവേശിക്കുകയാണ്. സൂറത്തുൽ കാഫിറൂനിൻ്റെ പാരായണം എങ്ങനെയാണ് എന്ന് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد ലക്കും ദീനുക്കും വലിയ ദീൻ. വളരെ സുഗമമായിട്ട് പാരായണം ചെയ്തു പോകാവുന്നൊരു സൂറയാണ്. എന്നാൽ ചില ആവർത്തനങ്ങൾ ഉള്ളതുകൊണ്ട് ചെറിയൊരു അസ്വസ്ഥത, ആശയക്കുഴപ്പം ചിലപ്പോൾ വന്നേക്കാം. സ്വഹാബിമാര് മദ്യപിച്ചുകൊണ്ട് നമസ്കരിച്ചിരുന്ന ഒരു കാലമുണ്ടല്ലോ. ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞില്ലേ, ലാ തഖ്റബു സ്വലാത്ത വഅൻതും സുക്കാറ, നിങ്ങൾ മത്ത് ഉള്ള അവസ്ഥയിൽ നമസ്കാരത്തെ സമീപിക്കരുത് എന്ന് ഖുർആൻ ഇടപെട്ടു. അതിനു മുമ്പുള്ള ഘട്ടത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒക്കെ അനുഭവം പറഞ്ഞിട്ടുണ്ട്, മദ്യപിച്ച് നമസ്കരിക്കാൻ കൈകെട്ടിയ സന്ദർഭം. അങ്ങനെ സൂറത്തുൽ കാഫിറൂൻ ഓതിയിട്ട് അത് തീരാതെ നേരം വെളുത്തു പോയ അനുഭവങ്ങളൊക്കെ പറയുന്നു. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും അഅ്ബുദൂന മാ അഅ്ബുദു വലാ അനാ അഅ്ബുദു മാ അഅ്ബദ്തും. തിരിച്ചും മറിച്ചും വന്നിട്ട് ഒരു സ്റ്റോപ്പ് കിട്ടാതെ ബുദ്ധിമുട്ടിയ കഥകൾ പറയുന്നുണ്ട്. അങ്ങനെ ഒരു പ്രയാസം തീർച്ചയായും സൂറത്തുൽ കാഫിറൂനിലുണ്ട്. എന്നാൽ വളരെ ലളിതമായിട്ട് പാരായണം ചെയ്ത് പഠിക്കാവുന്ന സൂറയാണ് സൂറത്തുൽ കാഫിറൂൻ. നേരത്തെ നമ്മൾ പഠിച്ച ചില നിയമങ്ങൾ ഈ സൂറയിലും വരുന്നുണ്ട്. അത് പ്രധാനപ്പെട്ട ഒന്ന്, ദാല് എന്ന അക്ഷരത്തിന്റെ ആവർത്തനമാണ്. സുക്കൂനായിട്ട് വരുന്ന ദാലുണ്ടല്ലോ, വലാ അൻതും ആബിദൂന മാ അഅ്ബുദ് തുടങ്ങിയിട്ട് ദാല് അവസാനിക്കുന്ന ആയത്തുണ്ട്. പിന്നെ ഈ സൂറയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഈ സൂറയിൽ മദ്ദുകളുണ്ട് എന്നതാണ്, ദീർഘിപ്പിക്കാനുള്ള ചിഹ്നങ്ങൾ. മൊത്തം എത്ര മദ്ദുണ്ട് സൂറത്തുൽ കാഫിറൂനില് ഒന്ന് എണ്ണി നോക്ക്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന ആബിദും മാ അഅ്ബദ്തും വലാ അൻതും ആബിദൂന മാ അഅ്ബുദു. 7 മദ്ദുകൾ ഈ സൂറയിലുണ്ട്. സൂറത്തുൽ മദ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ സൂറയെ വിളിക്കാം. 7 മദ്ദുണ്ട്. ആ മദ്ദുകളൊക്കെ ഉച്ചരിച്ചുകൊണ്ട് ആയിരിക്കണം നമ്മുടെ പാരായണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ പാരായണത്തിനൊരു താളക്രമം ഉണ്ടാവേണ്ടതുണ്ട്. ഒരു പരുക്കൻ ശൈലിയിൽ അല്ലെങ്കിൽ നേരെ ഓതിപ്പോകുന്ന രീതിക്ക് പകരം താളാത്മകമായിട്ടുള്ള പാരായണ ശൈലി സ്വീകരിക്കാൻ ശ്രദ്ധിക്കണം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد ലക്കും ദീനുക്കും വലിയ ദീൻ. അതേപോലെ പാരായണവുമായി ബന്ധപ്പെട്ട്
മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം അവസാനത്തെ ആയത്തിലുണ്ട്. ലക്കും ദീനുക്കും വലിയ ദീൻ. അവിടെ സുക്കൂനുണ്ടല്ലോ, ലക്കും ദീനുക്കും, ഈ രണ്ട് സുക്കൂനുകൾ മുറിച്ചായിരിക്കണം പാരായണം. ലക്കും ദീനുക്കും വലിയ ദീൻ, ഇങ്ങനെ മുറിച്ച് പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ പാരായണം ഭംഗിയാവാനുള്ളൊരു മാർഗമാണ് അതിൻ്റെ ഉച്ചാരണ രീതിയിലുള്ള പ്രത്യേകതകൾ ഉപയോഗപ്പെടുത്തൽ. ചെറിയൊരു ചെരിവോടുകൂടി, രണ്ട് തരത്തിലുള്ള അക്ഷരങ്ങളുണ്ടല്ലോ അറബിയിലെ, തഫ്ഹീം ഉണ്ട്, തർഖീഖ് ഉണ്ട്. തഫ്ഹീം എന്ന് പറയുമ്പോൾ കനപ്പിച്ച് ഉച്ചരിക്കേണ്ടത്, ഹ തോ പോലെയുള്ളത്. പിന്നെ കുറച്ച് ചെരിച്ച് കനം കുറച്ച് ഉച്ചരിക്കേണ്ടതാണ് അ ബ ത ഹ എന്നുള്ള അക്ഷരങ്ങൾ. അപ്പൊ അതുകൂടി ഈ മദ് ഉച്ചരിക്കുന്ന സമയത്ത് അത് ചേർത്ത് അല്പം ഒന്ന് ചെരിച്ച് പാരായണം ചെയ്യുമ്പോൾ കൂടുതൽ ഭംഗിയാവും. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന ആബിദും മാ അബദ്തും ولا أنتم عابدون ما أعبد لكم دينكم ولي دين. ഇങ്ങനെ പാരായണം ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നിരന്തരം നാം ശ്രമിച്ചുകൊണ്ടേയിരിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി നാം സൂറയിലേക്ക് പ്രവേശിക്കുകയാണ്. ഖുൽ കൊണ്ടാണ് സൂറത്തുൽ കാഫിറൂൻ ആരംഭിക്കുന്നത്. നേരത്തെ ഖുൽ കൊണ്ട് തുടങ്ങുന്ന എത്ര സൂറ നാം പഠിച്ചു? 3 സൂറകൾ പഠിച്ചുപോയി. സൂറത്തുൽ നാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ ഇഖ്ലാസ്. 4ാമത്തെ സൂറയാണ് സൂറത്തുൽ കാഫിറൂൻ. ഇനി ഒരു സൂറ മാത്രമാണ് ഖുൽ കൊണ്ട് ആരംഭിക്കുന്നതായിട്ട് ഖുർആനിലുള്ളത്. അത് നേരത്തെ നാം സൂചിപ്പിച്ചിട്ടുണ്ട്. സൂറ അൽ ജിന്ന്, ഖുൽ ഊഹിയ എന്ന് തുടങ്ങുന്ന സൂറ. ഖുൽ, പ്രവാചകരെ താങ്കൾ പ്രഖ്യാപിക്കുക. ഇപ്പോ ഈ സന്ദർഭത്തിൽ ഈ സൂറയുടെ പശ്ചാത്തലം നേരത്തെ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു കൽപ്പിക്കുകയാണ്, താങ്കൾ പ്രഖ്യാപിക്കൂ, താങ്കൾ പറയൂ എന്ന്. അതേസമയം ഇപ്പോൾ ഈ സൂറ പഠിക്കുന്നവർ, ഓതുന്നവർ എന്ന നിലക്ക് നമ്മോട് കൂടിയാണ് ആ കൽപ്പന, അല്ലേ? സത്യനിഷേധത്തിനെതിരിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കേണ്ട ഘട്ടങ്ങളിൽ നമ്മോട് കൂടിയാണ് ആ കൽപ്പന. ഖുൽ, നീ പ്രഖ്യാപിക്കോ, നീ ഒരിക്കലും അസത്യത്തിന് മുമ്പിൽ രാജിയാകരുത് എന്ന നിലക്ക് നമ്മോട് തന്നെയായിരിക്കും ആ പ്രഖ്യാപനം. യാ അയ്യുഹൽ കാഫിറൂൻ, യാ, ഏ, ഓ എന്നൊക്കെയുള്ള വിളിയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യാ മുഹമ്മദ്, മുഹമ്മദേ എന്നൊരാളെ വിളിക്കാൻ വേണ്ടിയിട്ട് അറബി ഭാഷയിൽ അങ്ങനെയാണ് പ്രയോഗിച്ചു വരുന്നത്. യാ, അതിന് ഹർഫ് നിദ എന്നാണ് അറബിയിൽ പറയാം. വിളിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പദം നിദാ, വിളി. പിന്നെ ഉള്ളത് അയ്യുഹ എന്ന പ്രയോഗമാണ്. അയ്യുഹ എന്ന പദം ഖുർആനിൽ ഒരുപാട് ഇടങ്ങളിൽ അത് കാണാം. യാ അയ്യുഹല്ലദീന ആമനു, യാ അയ്യുഹല്ലദീന ഹാദു എന്ന് തുടങ്ങിയിട്ട് ഒരുപാട് സന്ദർഭങ്ങളിൽ ഖുർആനിൽ അയ്യുഹ കാണാം. അയ്യുഹ ഒരു അഭിസംബോധന രീതിയാണ്. യാ എന്നതിന്റെ മുനാദയാണ് അയ്യുഹ എന്ന് പറയും ഗ്രാമർ അനുസരിച്ച്. അയ്യുഹയാണ് വിളിക്കപ്പെടുന്ന ആള്. അയ്യുഹ അഭിസംബോധന ശൈലിയാണ്. ആരെയാണോ വിളിക്കുന്നത് അതിന്റെ കൂടെ അയ്യുഹ ചേർത്ത് പറയാൻ. അതൊരു സമൂഹത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ യാ അയ്യുഹൽ കാഫിറൂൻ, നിഷേധികളുടെ സമൂഹമേ, അയ്യുഹൽ മുഅ്മിനൂൻ, വിശ്വാസികളുടെ സമൂഹമേ, ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അയ്യുഹ, ഒരു സമൂഹത്തെ അഭിസംബോധന ചെയ്യാൻ. അതേപോലെ തന്നെ ആദരിക്കപ്പെടുന്ന വ്യക്തികളെ അഭിസംബോധന ചെയ്യാൻ അയ്യുഹൽ മലിക്, ഓ മഹാരാജാവേ എന്നൊക്കെ വിളിക്കാന്. അയ്യുഹൽ ലൈഫ്, അയ്യുഹൽ ലൈഫ് അൽ കരീം, ആദരണീയനായ അതിഥി. അയ്യുഹൽ ലൈഫ്, ആദരണീയ അതിഥി എന്ന് വിളിക്കാൻ വേണ്ടിയിട്ടൊക്കെ അയ്യുഹ ഉപയോഗിക്കും.
അപ്പൊ അതൊരു അഭിസംബോധന ശൈലിയാണ് എന്ന് മനസ്സിലാക്കാം. അയ്യുഹ, യാ അയ്യുഹ, ഏ വിഭാഗമേ, അൽ കാഫിറൂൻ, നിഷേധികളുടെ വിഭാഗമേ. കാഫിർ എന്നാണ് ഏകവചനം. കാഫിർ നിഷേധി, സത്യനിഷേധി എന്ന് നാം മലയാളം പറയും. അതിന്റെ ബഹുവചനമാണ്, ജംആണ് അൽ കാഫിറൂൻ എന്നത്, സത്യനിഷേധികൾ. കാഫിർ എന്നതിന് മറ്റൊരു ജമ്മുണ്ട്, കുഫാർ. കുഫാർ അതും ഇതേ അർത്ഥത്തിൽ തന്നെ ഉപയോഗിക്കുന്നതാണ്, സത്യനിഷേധികൾ എന്ന് തന്നെയാണ് അപ്പോഴതിന് അർത്ഥം വരുന്നത്. ശരിക്ക് ഈ കാഫിർ എന്ന പദത്തെ കുറച്ചുകൂടി നമ്മൾ വിശകലനം ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. അത് വളരെ രസകരമായൊരു പഠനം കൂടിയാണ്. കഫറ എന്ന് പറഞ്ഞാൽ മറച്ചു വെച്ചു എന്നാണ് വാക്കിന്റെ അർത്ഥം. സാങ്കേതികമായിട്ട് പറയുമ്പോൾ സത്യത്തെ മറച്ചു വെച്ചു എന്നാണ് ഉദ്ദേശിക്കുന്നത്. സത്യം അറിഞ്ഞുകൊണ്ട് മനസ്സിനകത്ത് ഒളിച്ചു വെക്കുകയും എന്നിട്ട് അതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് കുഫർ എന്ന് പറയുന്നത്. കുഫർ, സത്യനിഷേധം. അപ്പൊ കഫറ മറച്ചു വെച്ചു. ഭാഷാപരമായിട്ട് പറയുമ്പോൾ കാഫിർ എന്ന വാക്കിന് കർഷകൻ എന്ന അർത്ഥമുണ്ട്. അത് രസകരമാണ്. കാഫിർ, കർഷകൻ. ഇപ്പൊ ഒരു കർഷകന്റെ മുഖത്ത് നോക്കിയിട്ട് എന്താ കാഫിർ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ തല്ല് കിട്ടും. പക്ഷെ അവിടെ ഉദ്ദേശിക്കുന്നത് കഫറ എന്ന് പറയുമ്പോൾ അയാൾ ഒരു സത്യത്തെ മറച്ചു വെക്കുന്നുണ്ട്. എന്തിനാണ് കർഷകൻ മറച്ചു വെക്കുക? വിത്ത് എന്ന സത്യത്തെ മണ്ണിനടിയിൽ അയാൾ മറച്ചു വെക്കുകയാണ്, അല്ലെ? വിത്ത് എന്ന സത്യത്തെ മണ്ണിനടിയിൽ മറച്ചു വെക്കുകയാണ്. അപ്പൊ അവിടെ അയാൾ കാഫിർ ആയിത്തീരുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ കർഷകർ എന്ന അർത്ഥത്തിൽ തന്നെ കുഫാർ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. യുഅജിബുൽ കുഫാറ നബാതുഹു, അതിന്റെ വിള കർഷകരെ പോലും അത്ഭുതപ്പെടുത്തി. കർഷകരെ അത്ഭുതപ്പെടുത്തി. സൂറത്തുൽ ഹദീദില് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു പ്രയോഗം നടത്തിയിട്ടുണ്ട്. അപ്പോ കർഷകൻ എന്നായിരിക്കും അർത്ഥം. ഇവിടെ ഉദ്ദേശിക്കുന്നത് സത്യം അറിഞ്ഞുകൊണ്ട് ബോധപൂർവം മനസ്സിൽ അത് ഒളിപ്പിച്ചു വെച്ചിട്ട് അതിനെ നിഷേധിക്കുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഏതാണ് സത്യം? അള്ളാഹു സത്യമാണ്, പരലോകം സത്യമാണ്, പ്രവാചകൻ സത്യമാണ്, ഖുർആൻ സത്യമാണ്. ഈ സത്യം സത്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മനസ്സിനകത്ത് ഒരാൾ ഒളിച്ചു വെക്കുമ്പോൾ അയാൾ കാഫിറായി തീരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാഫിർ എന്ന് പറയുമ്പോൾ പൊതുവെ അതൊരു മറ്റുള്ളവരെ അപമാനിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദമാണ് എന്ന നിലക്ക് ചിലർ തെറ്റിദ്ധരിക്കാറുണ്ട്. നിങ്ങൾ ഞങ്ങളെ കാഫിർ എന്നല്ലേ വിളിക്കാം എന്നൊക്കെ ചിലപ്പോ മുസ്ലിം സുഹൃത്തുക്കള് നമ്മോട് പറയും. അപ്പൊ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം, കാഫിർ എന്നത് ഒരാളുടെ നിലപാടുമായി ബന്ധപ്പെട്ട് അയാൾക്ക് വന്നു ചേരുന്ന ഒരു വിശേഷണം മാത്രമാണ്. അല്ലാതെ അയാളുടെ വ്യക്തിത്വത്തിലേക്കല്ല അത് വിരൽ ചൂണ്ടുന്നത്, അയാളുടെ നിലപാടിലേക്കാണ്. ഒരിക്കലും അത് അപമാനകരമായ ഒരു ശൈലിയല്ല. ഒരാൾ യുക്തിക്ക് വേണ്ടി വാദിക്കുമ്പോൾ, യുക്തിപരമായ കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളുമ്പോൾ അയാളെ നാം യുക്തിവാദി എന്ന് വിളിക്കും. അതിൽ അയാൾ അഭിമാനിക്കുകയാണ് ചെയ്യുക. ഒരാൾ ദൈവമില്ല എന്ന് വാദിക്കുമ്പോൾ, നിരീശ്വരവാദം മുന്നോട്ട് വെക്കുമ്പോൾ അയാളെ നിരീശ്വരവാദി എന്ന് വിളിക്കില്ലേ? ഒരാൾ കമ്മ്യൂണിസത്തിന്റെ വക്താവാകുമ്പോൾ അയാളെ കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിക്കും. എന്നുപോലെയാണ് യഥാർത്ഥത്തിൽ കാഫിർ എന്ന വിളി. അയാൾ പ്രപഞ്ചനാഥനെ, ഇസ്ലാം എന്ന സത്യത്തെ അയാള് മറച്ചു വെക്കുന്നു എന്നതുകൊണ്ട് അയാളെ സത്യത്തിന്റെ നിഷേധി എന്ന് വിളിക്കേണ്ടി വരികയാണ്. എന്നാൽ അയാൾ ഇപ്പോൾ നിലപാട് മാറ്റിയിട്ട് അള്ളാഹുവിൽ വിശ്വസിക്കുന്നുവോ, അപ്പൊ അയാൾ മുഅ്മിനായി തീരും. അതാണ് കാഫിർ എന്ന വാക്കിന്റെ എതിർവാക്കാണ് മുഅ്മിൻ എന്ന് പറയുന്നത്. ഇവിടെ യാ അയ്യുഹൽ കാഫിറൂൻ, ഏ സത്യനിഷേധികളെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തതയോടുകൂടി തന്നെ വിളിക്കാൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നയം വ്യക്തമാക്കലാണ്. തന്റെ കൂടെ തന്നെ കഴിയുന്ന കുടുംബക്കാരും ബന്ധുക്കളും നാട്ടുകാരും ഗോത്രക്കാരും ഒക്കെയായ ആളുകളും പ്രവാചകനും തമ്മില് വളരെ വ്യക്തമായ ഒരു നിലപാടിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പറയുന്ന ശൈലിയാണ് ഈ സൂറയിൽ സ്വീകരിച്ചിരിക്കുന്നത്. യാ അയ്യുഹൽ കാഫിറൂൻ, അവരുടെ നിലപാട് ഇതാണ്. ഇത്രയും കാലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കിടയിൽ ഉണ്ടായിട്ടും നിരന്തരം അവരെ ഉത്ബോധിപ്പിച്ചിട്ടും അത് ഉൾക്കൊള്ളാൻ സന്നദ്ധമാകാതെ അത് മനസ്സിൽ ഒളിച്ചു വെച്ച് അതിനെ നിഷേധിക്കുവാൻ ശ്രമിക്കുന്ന വിഭാഗമേ എന്ന് അല്ലാഹു തആല വിളിക്കുന്നു. ഇതിലൂടെ നേരത്തെ നാം പറഞ്ഞ കോംപ്രമൈസിന്റെ വിഷയം ഉണ്ടല്ലോ, അത്
ആ വിഷയത്തിൽ അള്ളാഹുവിന്റെ നിലപാട് എന്താണ് എന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. നിഷേധികളെ എന്നാണ് വിളിച്ചത്. ഒന്നുമില്ലെങ്കിൽ ഖുറൈശികളെ എന്നെങ്കിലും വിളിക്കാമായിരുന്നു, നാട്ടുകാരെ എന്ന് വിളിക്കാമായിരുന്നു. പക്ഷെ ഇതെല്ലാം മാറ്റിവെച്ച് സത്യനിഷേധികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് ഈ സൂറ തുടങ്ങുന്നത്. അതിൽ നിന്ന് തന്നെ സത്യനിഷേധത്തോടുള്ള ഇസ്ലാമിന്റെ നിലപാട് എന്തായിരിക്കും എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്തുകൾ, അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.